ഹായ്, വെൽക്കം ടു പഠിക്കാം രസിക്കാം യൂട്യൂബ് ചാനൽ. 6ാം ക്ലാസ്സുകാരുടെ മലയാളം, അതായത് കേരള പാഠാവലിയിലെ വർക്ക്ഷീറ്റാണ്. പാട്ടിൻ്റെ പാലാഴി എന്ന് പറയുന്ന ഭാഗത്തു നിന്നാണ്. അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കും അമലെ വിവേകികൾ. കുമാരനാശാൻ്റെ നളിനിയിലെ വരികളാണിത്. ഈ വരികൾ കുഞ്ഞു മുഹമ്മദിക്കയെ സംബന്ധിച്ച് എത്രത്തോളം ശരിയാണ്? നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. അതായത് പാട്ടിൻ്റെ പാലാഴി എന്നുള്ള ഒരു ലേഖനത്തിൽ പറയുന്നുണ്ട്, കുഞ്ഞു മുഹമ്മദിക്ക അദ്ദേഹം ഒരുപാട് പ്രശസ്ത വ്യക്തികളെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. സോ ഈ വരികൾ അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കും അമലെ വിവേകികൾ, ഇത് എത്രമാത്രം ശരിയാണെന്നാണ് പറയുന്നത്. ആദ്യം തന്നെ ഈ വരികളുടെ അർത്ഥം എന്താണ്? അന്യജീവനുതകി സ്വജീവിതം. സ്വജീവിതം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി ഉപകാരപ്പെടണം. ധന്യമാക്കും അമലെ വിവേകികൾ, അങ്ങനെയാണ് വിവേകികൾ അവരുടെ ജീവിതം ധന്യമാക്കുന്നത്. അതായത് നല്ല ആൾക്കാർ എന്ത് ചെയ്യും? മറ്റുള്ളവർക്കും കൂടി ഉപകാരം ചെയ്യും എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇത് കുമാരനാശാൻ്റെ നളിനിയിലെ വരികളാണ്. വിവേകികൾ എപ്പോഴും തൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് പ്രയോജനമാം വിധം ഉപയോഗിക്കും എന്നാണ് കുമാരനാശാൻ പറയുന്നത്. ബാബുരാജ്, KP ഉമ്മർ, KT മുഹമ്മദ്, കോഴിക്കോട് അബ്ദുൽ ഖാദർ എന്നിവരെയെല്ലാം പ്രശസ്തരാക്കുന്നതിൽ കുഞ്ഞു മുഹമ്മദിക്ക വളരെ വലിയ പങ്കുവഹിച്ചിട്ടുണ്ട്. സ്വന്തം കാര്യം മാത്രം നോക്കാതെ മറ്റുള്ളവരുടെ ഉയർച്ചയ്ക്കായും അദ്ദേഹം പ്രവർത്തിച്ചു. തൻ്റെ ജീവിതവും സമ്പത്തും തനിക്കു മാത്രമല്ല മറ്റുള്ളവർക്കും ഉപയോഗപ്രദമാകണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. ഇതാണ് വിവേകികളുടെ ഏറ്റവും വലിയ ഗുണവും. ഇത്രയാണ് ഇന്ന് ഈ ഒരു വർക്കാണ് പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, താങ്ക് യു.